ഓൾഡ് ബൈക്സ് ആണെങ്കിൽ ടാങ്ക് തുരുമ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ബൈക്കായിട്ട് 390 എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാനൊരു അൺഎക്സ്പീരിയൻഡ് റൈഡറിന് ഒരിക്കലും അത് സജസ്റ്റ് ചെയ്തില്ല. എത്രത്തോളം മാരക പവറുള്ളൊരു മെഷീനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എൻ്റെ സ്വന്തം ബൈക്കാണ്. ഒരു മെഷീന് പവർ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്നെ പിടിച്ചു കയറാൻ പറ്റണം. ഒരു മോട്ടോർ സൈക്കിൾ എന്തോസിസ്റ്റ് എന്നുള്ള നിലയിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ആൻ എൻജിൻ. ഹലോ എവരി വൺ, സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് there is a special motorcycle in my life. It's a Duke 390. See, ഇത് എൻ്റെ ഓൺ മെഷീനാണ്. ഓക്കെ, സോ ഇതൊരു 2017-18 വേരിയൻറ്റ് മെഷീനാണ്. ഓക്കെ, സോ വിൽ ഹാവ് എ സ്മോൾ റിവ്യൂ. സോ എന്താണ് ഈ ഒരു ബൈക്ക്, എന്താണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ, ഇത് എന്താണ് മെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. സോ ദിസ് വൺ ആക്ച്വലി ഇതൊരു ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ മെഷീനാണ്. ഇതിൻ്റെ ഒരു ക്യാരക്ടർ പ്രോസസ്സ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ നോക്കിയേ കാണാം. കംപ്ലീറ്റ്ലി നേക്ഡ് ആണ്, എക്സ്പോസ്ഡ് ആയിട്ടുള്ള എൻജിൻ. അതിൻ്റെ കൂടെ ഇതൊരു ചെറിയ മെഷീനാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ KTM ഡ്യൂക്ക് എന്ന് പറയുന്ന ഈ ഒരു 390 വേരിയൻറ്റ് ഒരു വലിയ മോട്ടോർ സൈക്കിളൊന്നുമല്ല. ഇതൊരു ചെറിയ മോട്ടോർ സൈക്കിളാണ്. ബട്ട് ഇതിന് കുറച്ച് ഐക്കോണിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. 2013 KTM ഐ തിങ്ക് സ്റ്റാർട്ടിങ് 390 ഇവിടെ ലോഞ്ച് ചെയ്ത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത സമയത്ത്. സോ ബൈ ദ ടൈം ഇതിൻ്റെ ബിഗ് ബ്രദർ, ഇതിൻ്റെ ഫസ്റ്റ് വേരിയൻറ്റ് BS3 ഡ്യൂക്ക്. സോ BS3 ഡ്യൂക്ക് വാസ് ഇറ്റ്സ് എൻ ഐക്കോണിക് മെഷീൻ. അതിനുശേഷം 2017 ഈ ഒരു മെഷീൻ കംപ്ലീറ്റ്ലി കുറേ ചേഞ്ചസോടുകൂടി ലോഞ്ച് ചെയ്തത്. ഇത് കുറേ കൂടെ ടൂറിങ്ങിന് കുറച്ചുകൂടെ കമ്മിറ്റഡ് ആയിട്ട്, സിറ്റി റൈഡിങ്, ടൂറിങ് എല്ലാം കുറേ കൂടെ കേപ്പബിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. കുറച്ചുകൂടെ വൈഡർ ഹാൻഡിൽ ബാർസ് ആണ് ഇതിൽ വരുന്നത്. കുറച്ചുകൂടെ എർഗണോമിക്സ് നല്ലപോലെ ഇതിൽ അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. ഒരു മോട്ടോർ സൈക്കിൾ എന്തോസിസ്റ്റ് എന്നുള്ള നിലയിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഈസ് ആൻ എൻജിൻ. ഓക്കെ, സോ ഇതിൽ വരുന്നത് 373cc സിംഗിൾ സിലിണ്ടർ DOHC വാട്ടർ കൂൾഡ് എഞ്ചിനാണ് ഈ മോട്ടോർ സൈക്കിൾ വരുന്നത്. വിച്ച് ഈസ് ആക്ച്വലി പ്രൊഡ്യൂസിങ് ക്ലോസ് ടു ഒരു 43 PS BHP പവർ, 44 PS ക്ലോസ് ടു പവറും അറൗണ്ട് 37 Nm ഓഫ് ടോർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ഇറ്റ്സ് ഫാസ്റ്റ്, ഇറ്റ്സ് റിയലി ഫാസ്റ്റ്. ഈ ഒരു കാറ്റഗറി തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് മെഷീനാണ് ഈ ഒരു ഡ്യൂക്ക് 390. ബട്ട് അതിലിപ്പോൾ കുറേ ചേഞ്ചസ് ഉണ്ട്. ബിക്കോസ് നമുക്കിപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, RS 457 ഓൾ ദീസ് തിങ്സ്. ഷോർട്ടർ ഗിയർ റേഷ്യൂസ് ആണ് ഇത് ടൈം ചെയ്തിരിക്കുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതിൽ തന്നെ ഷോർട്ടർ ഗിയർ റേഷ്യൂസാണ്. വിച്ച് മീൻസ് ബൈക്ക് ഭയങ്കര ക്യുക്കായിട്ടായിരിക്കും പോകുന്നത്. നമുക്ക് അധികം ഒരു റെബ് ബാൻഡ് ഈ മെഷീൻ ഇല്ല. R3 പോലെയോ അല്ലെങ്കിൽ നിഞ്ച 300 പോലെ ഒന്നും ഹൈ റെബ് ബാൻഡ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. സി, ഞാൻ R3 നിഞ്ച 300 എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സൂപ്പർ സ്പോർട്ട് മെഷീൻസ് അല്ലെങ്കിൽ ഫേഡ് സ്പോർട്ട് ബൈക്സ് അല്ലെങ്കിൽ സ്പോർട്ട് ടൂറേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത് വിചാരിക്കരുത്. അതിന് RC 390 ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ സിമിലർ എഞ്ചിൻസ് ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. 43 mm WP-യുടെ UST ഫോക്സ് ആണ് വരുന്നത്. റിയറിൽ വരുന്ന സെയിം തന്നെ WP-യുടെ KTM-ൻ്റെ അണ്ടർ തന്നെ വരുന്ന WP-യുടെ മോണോഷോക്കാണ്. സസ്പെൻഷൻസ് ആർ ഡൂയിങ് ഇറ്റ്സ് ജോബ് വെരി വെൽ. നന്നായിട്ട് സസ്പെൻഷൻ അതിൻ്റെ പണി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ സസ്പെൻഷൻസിന് അധികം ഹിറ്റ് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. കുറച്ച് സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ മൊഡ്യൂളാണ്. ഇത് അത്ര സോഫ്റ്റ് സസ്പെൻഷൻസ് അല്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിന് കുറച്ച് പ്രശ്നങ്ങൾ അത് കാരണം ഉണ്ട്. സി, അത് എല്ലാ തരത്തിലും നല്ല ഞാൻ പറഞ്ഞു, ഒരു കംപ്ലയിൻ്റ് എന്നുള്ള രീതി പറയുന്നതല്ല. ബട്ട് അതിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണുള്ളത്. ബട്ട് സസ്പെൻഷൻസ് ആർ ഡൂയിങ് ഇറ്റ് ജോബ് വെൽ. കാരണം ഇറ്റ്സ് എൻ ഓൾ മോട്ടോർ സൈക്കിൾ. ഇത് എൻ്റെ സ്വന്തം ബൈക്കാണ്. ഐ ബിൽഡ് ഹിം ഫ്രം സ്ക്രാച്ച്. ഇത് കംപ്ലീറ്റ്ലി ഇത് ആക്ച്വലി സ്റ്റോക്ക് തന്നെയാണ്. പക്ഷേ എന്തൊക്കെ വേരിയേഷൻസ് ഉള്ള ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് വരുന്നത്. നമ്മളത് ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് കയറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ഫ്രീ ഫ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഒരു പമ്പ് ഉണ്ട്. ബട്ട് ഒരു പ്രോപ്പർ ട്യൂണിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം നമുക്ക് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് റീമാപ്പൊക്കെ ചെയ്ത് സ്റ്റേജ് മോഡൊക്കെ ക്ലിയർ ചെയ്യണം. ബട്ട് സ്റ്റിൽ നമുക്കൊരു കുറച്ചൊരു എമൗണ്ട് ഓഫ് വെയിറ്റ്, അണ്ടർബെല്ലിക്ക് വരുന്ന വെയിറ്റ് നമ്മൾ ഒരു സെർട്ടൈൻ കിലോസ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിൽ കം ബാക്ക് ടു ദ സ്റ്റോക്ക് പാർട്ട്. ദെൻ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടയേഴ്സ് ആൻഡ് ബ്രേക്സ്. കാരണം ഒരു മെഷീന് പവർ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്നെ പിടിച്ചു കയറാൻ പറ്റണം. ഇതിൽ വരുന്നത് 320 mm 4 പിസ്റ്റൺ കാലിപ്പർ വരുന്ന റേഡിയലി മൗണ്ടഡ് പിസ്റ്റൺ സെറ്റപ്പ് ആൻഡ് കാലിപ്പർ സെറ്റപ്പ് ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബ്രേക്ക് ബൈറ്റുള്ള മെഷീനാണ്. സെറാമിക് പാർട്സ്, കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള പാർട്സ്. എൻ്റെ ഏറ്റവും സജഷൻ എന്ന് പറയുന്നത് ബ്രെംബോ ആണ്. ബ്രെംബോയുടെ പാർട്സ് ഇതുമായിട്ട് ഭയങ്കര കോമ്പാറ്റബിളാണ്. എനിക്കിത് സ്റ്റോക്ക് വരുന്നതും ബ്രെംബോ തന്നെയാണ്. പിന്നെ നിങ്ങൾ കുറഞ്ഞ പാർട്സ് യൂസ് ചെയ്യില്ല, നല്ല പാർട്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. മാസ് സിലിണ്ടേഴ്സ് ആണെങ്കിലും സ്റ്റോക്കാണ്. ബെബ്രിയുടെ മാസ് സിലിണ്ടേഴ്സ് ആണ് വരുന്നത്. അത് ബ്രെംബോയുടെ തന്നെ ഒരു സബ്സിഡറി സ്മോളർ മോട്ടോർ സൈക്കിൾസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ മാസ് സിലിണ്ടർ സെറ്റപ്പാണ്. ആൻഡ് ബ്രേക്കിങ്ങിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ABS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സൂപ്പർ മോട്ടോ മോഡും അവൈലബിൾ ആണ്. ഡ്യുവൽ ചാനൽ ABS ആണ്. സൂപ്പർ മോട്ടോ മോഡുണ്ട്. സൂപ്പർ മോട്ടോ മോഡ് എന്ന് പറയുമ്പോൾ അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഫ്രണ്ടിൽ ABS ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ABS വർക്ക് ചെയ്യും. റിയർ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഐ ആം എ പേഴ്സൺ എൻ്റെ ഫ്രണ്ടാണ് ജെയ്മോൻ. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ്. അല്ലടാ, പറ നിൻ്റെ അഭിപ്രായം എന്താ 390 കുറിച്ച്? ഒരു തവണ ഞങ്ങൾ സ്വാപ്പ് ചെയ്ത് ഓടിച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ. ഇത് വെച്ചത്തോളം മാരക പവറുള്ളൊരു മെഷീനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ചുകൂടെ
കുറച്ചുകൂടെ ഭയപ്പെടുത്തുന്ന സ്കെയറി ആയിട്ടുള്ള ഒരു ലീനിയർ പ്രോഗ്രഷൻ ആണല്ലോ R15 ഒക്കെ. അതെ, പക്ഷെ ഇതൊരു സഡൻ ആ പിക്കപ്പ് കുറച്ച് സ്കേറിയാണ്. ഫോർ സമ്മൺ, അതായത് ഒരാളുടെ ഒരിക്കലും ഞാനിത് ഒരാളുടെ ഫസ്റ്റ് ബൈക്കായിട്ട് ഞാൻ RC200 ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ. ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റുള്ള അനദർ മോട്ടോർ സൈക്കിളാണ് എൻ്റെ RC. ആൻഡ് ഇത് ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ മേ ബി ഒരു 4 മാസം സംതിങ് ആയിട്ടുള്ളത് ഓൺ ചെയ്തിട്ട് ഇറ്റ്സ് റിയലി സ്കേറി. ഇപ്പം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം അല്ലടാ സ്കേറി ആയിട്ടുള്ള മെഷീനാണ്. സ്കേറി ഇൻ ദ സെൻസ് യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നമില്ല. ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് ഐ എം കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ദിസ് മെഷീൻ. ഞാൻ ഇതിൻ്റെ പവർ എൻജോയ് ചെയ്യുന്നൊരു പേഴ്സണാണ്. പക്ഷേ ഞാൻ ഒരിക്കലും സമ്മൺ ന്യൂ ടു മോട്ടോർ സൈക്കിൾസ്, മോട്ടോർ സൈക്കിൾസിലോട്ട് ആദ്യമായിട്ട് മോട്ടോർ സൈക്കിൾസിലേക്ക് ഫസ്റ്റ് ബൈക്കായിട്ട് 390 എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാനൊരു അൺഎക്സ്പീരിയൻഡ് റൈഡറിന് ഒരിക്കലും അത് സജസ്റ്റ് ചെയ്തില്ല. നിങ്ങൾ എപ്പോഴും ഒരു 150 to 200 cc കാറ്റഗറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ പുറത്തൊക്കെ നോക്കുവാണെങ്കിൽ 300s എന്ന് പറയുന്നൊരു ബിഗിനർ കാറ്റഗറിയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 390 എന്ന് പറയുന്നതിനോ 390 ഒരു പോക്കറ്റ് റോക്കറ്റാണ്. ഇറ്റ്സ് KTM ക്രിയേറ്റഡ് എ മോൺസ്റ്റർ, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സിലറേഷൻ 0 to 100 കയറാൻ ക്ലോസ് ടു 5.5 സെക്കൻഡ്സ് എടുക്കുന്നത്, വിച്ച് ഈസ് ഒരു മിനി സൂപ്പർ ബൈക്ക് എന്നൊക്കെ പറയാം. ഞാൻ എക്സാജറേറ്റ് ചെയ്യുമല്ല, ബട്ട് ഈ സിംഗിൾ സെൻറ്ററിൽ ഇറ്റ്സ് ക്രിയേറ്റിംഗ് ഹ്യൂജ് പവർ. അതിൻ്റെ പൊട്ടൻഷ്യൽ, കാരണം ഹയർ കംപ്രഷൻ റേഷ്യോ, 10,000 RPM കട്ട് ഓഫ് ഇതിലേക്ക് പമ്പിങ്, ആ ബൈക്കിന് എന്തുണ്ടോ അത് ഫുള്ളി ഇറ്റ്സ് എക്സ്ട്രാക്റ്റിങ് എവറിത്തിങ്. നിങ്ങൾക്ക് എടുത്തോ, നിങ്ങൾ പവർ ഇങ്ങനെ വാരി വെതറുകയാണ്. ആ ഒരു അപ്രോച്ചാണ് ഇതിന് വേണ്ടി. പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ കൂടെ ബൈക്ക് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം. ബ്രേക്സ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ബ്രേക്ക് ഫെയ്ഡിങ്ങിൻ്റെ പ്രശ്നങ്ങളും ഇടയ്ക്ക് പറയാറുണ്ട്. അത് നമ്മൾ ഒരുപാട് നേരം ബൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബ്രേക്ക് ഫെയ്ഡ്സ് ഉണ്ടാവും. പക്ഷേ അതും അവോയ്ഡ് ചെയ്യാൻ ടെക്നിക്സ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ കാലിപ്പേഴ്സ് എപ്പോഴും സർവീസ് ടൈമിൽ നിങ്ങളത് ക്ലീനപ്പ് ചെയ്യണം. ഇതിൻ്റെ പാർട്സ് നിങ്ങൾ സമയത്ത് മാറ്റണം. ഡിസ്ക് ക്ലീനപ്പ് ചെയ്യണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ടയേഴ്സ്, ഇതിന് സ്റ്റോക്ക് ടയേഴ്സ് വരുന്നത് വെച്ചാൽ ഫ്രണ്ടിൽ ഏകദേശം വരുന്നത് 110 mm ഫ്രണ്ട് ടയർ. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി മാറിയതുള്ളൂ, ഒരു 500 kilometers ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോളോ ആൽഫ 110. ഇതിന് ശരിക്കും പറഞ്ഞാൽ 390ക്ക് നിങ്ങൾ മോശം ടയർ ഇടുവാണെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഇതിന് മുന്നേ മിഷലിൻ്റെ ടയറാണ് കിടന്നത്. ഓക്കെ, ഈ ബൈക്ക് ഞാൻ വാങ്ങിച്ചപ്പോൾ. പക്ഷേ മിഷലിൻ്റെ 110 140 ആയിരുന്നു. എനിക്കത് ഒട്ടും കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മെഷീൻ്റെ സ്പീഡ് റേറ്റിങ്ങുമായിട്ട് അതങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. 150 മേ ബി കുറച്ചുകൂടെ കുഴപ്പമില്ലായിരിക്കും. 140 ടയറിൻ്റെ സൈസ് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്, ടയറിൻ്റെ സ്പീഡ് റേറ്റിംഗാണ് പറയുന്നത്. പക്ഷേ ഞാൻ അപ്പോളോയിലേക്ക് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്ക് അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടായി. 110 150 നല്ല കോമ്പിനേഷനാണ്. അപ്പം നമ്മൾ ട്രാക്കിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 140 ഒക്കെ ഇടും. അത് കുറച്ചുകൂടെ സൂപ്പർ സ്ലിക്ക് ടയേഴ്സ് ആയിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കോർണേഴ്സിലോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ടയറിൻ്റെ സൈസ് കൂടുന്തോറും നിങ്ങളുടെ കോർണർ ലീഡ് ആംഗിൾ കുറയും. ഐ സജസ്റ്റ് സ്റ്റിക്ക് വിത്ത് 110 150. അത് നല്ല റബ്ബർ തന്നെ ഇടുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതുണ്ടോ, ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിങ് പോസ്റ്ററാണ് നമ്മുടെ ബൈക്കിന് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചില്ലായിട്ട് റൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ലോങ് റൺസ് പോവാം. നിങ്ങൾക്ക് അത്യാവശ്യം മെറ്റൽ ടാങ്കാണ് വരുന്നത്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഞാൻ ഭയങ്കര ഹൈപ്പൊന്നും പറയുന്നില്ല. ഇത് കണ്ടില്ലേ, ഇളക്കവും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. മെറ്റീരിയൽ ക്വാളിറ്റി അത്ര ഹൈ ഒന്നുമല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് ഗുഡ്. സ്വിച്ച് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം ഓക്കെ ഇറ്റ്സ് ഗുഡ്. ഞാൻ അത്ര മോശം എന്നല്ല പറയുന്നത്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. ബട്ട് അത്ര പ്രീമിയം എന്നെനിക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഡെഫിനറ്റ്ലി ഉണ്ടാവുമല്ലോ. പഴയ ഡ്യൂക്കിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഹാൻഡിൽ ബാസ് കുറച്ചും കൂടെ വൈഡാണ്. നിങ്ങൾക്ക് ടൂറിങ്ങിന് പറ്റും. ബട്ട് എൻ്റെ കാര്യത്തിൽ ഓപ്പണായിട്ട് പറയാമല്ലോ, RCന്ന് ഞാൻ ഇതിലോട്ട് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് പവറിൽ ഐ ആം റിയലി ഹാപ്പി. പക്ഷേ എനിക്ക് റൈഡിങ് സ്റ്റൈൽ ഒരു വലിയ പ്രോബ്ലമാണ്. കാരണം എനിക്ക് RCയിൽ ആ ഒരു കമ്മിറ്റഡ് പോസ്റ്റർ ഇരുന്നിരുന്ന് സ്പോർട്ട് ബൈക്സ് റൈഡ് ചെയ്തുള്ള ഒരു ശീലം ഇതിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു അല്പം ബുദ്ധിമുട്ട് എനിക്ക് പേഴ്സണലി ഉണ്ട്. ബാക്കിയുള്ള ടൂറിങ് കംഫർട്ടബിൾ റൈഡ്സ് ഇതിനൊക്കെ അടിപൊളിയാണ്. പിന്നെ അത്യാവശ്യം പുഷ് ചെയ്തൊക്കെ പുഷ് ചെയ്ത് ഓടിക്കാം. ബട്ട് ഒരിക്കലും നമുക്കൊരു പ്രോപ്പർ സൂപ്പർ സ്പോർട്ട് മെഷീൻ ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. ബട്ട് ദർ ആർ ലിമിറ്റ്സ്. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ക്യാരക്ടർ അതാണല്ലോ. ഈ ഒരു മെഷീൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അത്യാവശ്യം എന്താ പറയുക, ഇതൊരു ഹൂലിഗനാണ്, സ്ട്രീറ്റ് ഹൂലിഗനാണ്. നിങ്ങൾക്ക് പവറിന് പവർ, നിങ്ങൾക്ക് ഹൈവേസ് നിങ്ങൾക്ക് നന്നായിട്ട് ക്രൂസ് ചെയ്യാം. സിറ്റി റൈഡ്സിൽ നിങ്ങൾക്ക് പൊളിക്കാം. വലിയ കൺവീനിയൻറ്റ് ഇഷ്യൂ ഒന്നുമില്ല. ഭയങ്കര അത്യാവശ്യം കംഫർട്ടബിളാണ്. സസ്പെൻഷനെ കുറച്ച് സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു ക്രൂസ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ദൂരം എന്തൊക്കെയാണ്. ഇനി ഞാൻ ഇതിൽ എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മെഷീൻ്റെ ഐ ക്യാൻ ക്ലിയർലി സേ വൺ തിങ്, ഇതിൻ്റെ മെക്കാനിക്കൽ പാർട്സ് പക്കയാണ്. ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സോ എൻജിൻ ഓയിൽ, എയർ ഫിൽറ്റർ, ഫ്യൂൽ ഫിൽറ്റർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഫുള്ളി മാറ്റി ഹെഡ് അഴിച്ച് നോക്കി എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതൊക്കെ എല്ലാം സോർട്ട് ചെയ്തു. ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് പുതിയതാണ്, 2 ടയേഴ്സ് പുതിയതാണ്, എക്സോസ്റ്റ് ഫുൾ സിസ്റ്റം നമ്മൾ ചെയ്തതാണ്. ആൻഡ് ഇത് കിട്ടിയപ്പോൾ ഇത് ഓറഞ്ച് വൈറ്റ് ബ്ലാക്ക് കോംബോ ആയിരുന്നു. അത് ഫുള്ളി എൻ്റെ ആ ഒരു ടീമൻ ബ്ലാക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിരുന്നു നോക്കിയാണ് കേട്ടോ, ടീമൻ ബ്ലാക്ക്. സോ ബേസിക്കലി എൻ്റെ ഒരു തീമിലൂടെ ഞാൻ മെഷീനെ കംപ്ലീറ്റ്ലി മാറ്റി. ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്തു. ടാങ്കിനകത്ത് നിങ്ങൾ ഇടയ്ക്ക് നോക്കേണ്ട ഒരു കാര്യം കേട്ടോ, നിങ്ങൾ ഓൾഡ് ബൈക്സ് ആണെങ്കിൽ ടാങ്ക് തുരുമിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബൈക്ക് മെയിൻ്റനൻസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇനി ചെയ്യുന്നതായിരിക്കും. ഒബ്വിയസ്ലി നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം
ഐ എം നോട്ട് ന്യൂ, ഐ മീൻ കംപ്ലീറ്റ്ലി ന്യൂ ടു വ്ളോഗിങ്. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പിക്കപ്പ് ചെയ്യാം. ഞാൻ വാട്ട് ഐ എം ട്രൈങ്, നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ്, ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ആസ് എ ബൈക്കർ ഐ വോണ്ട് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദി സൊസൈറ്റി. ഇറ്റ്സ് എൻ അമേസിങ് മോട്ടോർ സൈക്കിൾ. നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോക്കറ്റ് റോക്കറ്റ് ആക്കാൻ പറ്റുന്നൊരു മെഷീൻ. വിൽ കം ടു ദ വേർഡിക്റ്റ്. ഡ്യൂക്ക് 390 BS4 അല്ലെങ്കിൽ ഡ്യൂക്ക് 390 ഒരു നല്ല മോട്ടോർ സൈക്കിളാണോ? ഒബ്വിയസ്ലി ഇറ്റ്സ് എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ. ഞാൻ അതിൻ്റെ കുറച്ച് പ്രോസ് പറയുകയാണെങ്കിൽ, അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് പറയുകയാണെങ്കിൽ, ഇറ്റ്സ് റിയലി ഫാസ്റ്റ്, വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ അതിനുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. ബെസ്റ്റ് ഇൻ ക്ലാസ് ബ്രേക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യുനോ, പിന്നെ ഇറ്റ്സ് ലുക്സ് ഗുഡ്. പാർട്സ് ഒക്കെ ആണെങ്കിലും നമുക്കെല്ലാം അവൈലബിൾ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്നേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എവറിത്തിങ് അവൈലബിൾ. ഇറ്റ്സ് എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ. ഇതൊരു ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരുമാതിരിപ്പെട്ട എല്ലാ അവന്മാരെയും ഓടി പിടിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഇത് റൈഡ് ബൈ വയർ ആട്ടോ, ഇലക്ട്രോണിക് ത്രോട്ടിലാണ്, റൈഡ് ബൈ വയർ ആണ്. ദർ ഈസ് നോ ഫിസിക്കൽ കണക്ഷൻ. ECU റീഡ് ചെയ്യുന്നു, അതനുസരിച്ച് ഫ്യൂലിംഗ് ചെയ്യുന്നു, എല്ലാം. അതായത് ഒരു ഫുള്ളി ടെക്ക് ചെയ്തിരിക്കുന്ന ഒരു കംപ്ലീറ്റ് അമേസിങ് മെഷീനാണിത്. ട്രെല്ലിസ് ഫ്രെയിമാണ് വരുന്ന വെയിറ്റ് കട്ടിങ്ങിന് വേണ്ടി. ഇറ്റ്സ് റേസിംഗ് DNA ഉള്ള മെഷീൻ തന്നെയാണ്. വേറെ വലിയ പ്രശ്നമുള്ള വേരിയൻസ് അല്ല, ജനറ്റിക്കൽ കംപ്ലയിൻസ് ഒന്നുമില്ല. അത് തന്നെയാണ് ഇതിനൊരു വലിയ അഡ്വാൻറ്റേജ്. ഇനി എല്ലാത്തിനും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും ഉണ്ടാവും, നെഗറ്റീവ് സൈഡ്സും ഉണ്ടാവും. എന്താണ് ഇതിൻ്റെ ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ്സ്? ഓക്കെ, ഫസ്റ്റ് വൺ എനിക്ക് പറയാനുള്ളത്, അതൊരു വലിയ പ്രശ്നമാണെന്ന് ചോദിച്ചാൽ, എന്നാലും ഹീറ്റിംഗ് 200s and 250 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ നല്ലപോലെ ഹീറ്റിംഗ്. കാരണം ഒരു സിംഗിൾ സിലിണ്ടർ ബിഗ് റോട്ടോറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് ഉണ്ടാവും. പക്ഷേ അത് കോമൺ ആണ്, നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി. പക്ഷേ ഹീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ഓടിക്കുകയൊക്കെ ആണെങ്കിൽ നല്ലപോലെ പൊള്ളി കിട്ടും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറയുന്നത്, മെയിൻ്റനൻസ് ഒരു പരിധിവരെ ഉണ്ട്. ഈ ഒരു കാറ്റഗറി മെഷീൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അത്യാവശ്യം മെയിൻ്റനൻസ് പ്രോപ്പർലി ചെയ്യണം. ഒരു 6000 to 8000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് വലിയ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടോ, അതൊരു കംപ്ലയിൻ്റ് അല്ല. ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, നമുക്കൊരു ഹൈ റഫ് ബാൻഡ് എൻജോയ് ചെയ്യാൻ. ഇതിപ്പോൾ 390 RC ആണെങ്കിലും ഡ്യൂക്ക് ആണെങ്കിലും, ഇപ്പോൾ നിഞ്ച 300 R3 ഞാൻ എടുത്താൽ നമുക്കതിൻ്റെ ഒരു മെഷീൻ എപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നറിയോ, അതിൻ്റെ ഹയർ റഫ് ബാൻഡിൽ പവർ കിട്ടുമ്പോഴത്തേക്ക് അതൊരു വല്ലാത്ത ഫീലാണ്. ഓക്കെ, ആ എൻജിൻ സ്ക്രീം ചെയ്യുന്നത്. പക്ഷേ ഒരു സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. ആൻഡ് ദിസ് ഈസ് ഇറ്റ് ഗൈസ്, ദിസ് ഈസ് ദ KTM ഡ്യൂക്ക് 390. സോ ഇനി നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഒബ്വിയസ്ലി ഉണ്ടാകും എന്ന് എനിക്കറിയാം, കാരണം ഐ ആം ന്യൂ ടു ദിസ്. ആ ഒരു കൺസിഡറേഷൻ എനിക്ക് തരണം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ റെക്കമെൻഡേഷൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരിക. സോ വിൽ സി ഹൗ ഇറ്റ് ഗോസ്. നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കുന്നതായിരിക്കും. അപ്പോൾ വിൽ സി യു ഓൺ നെക്സ്റ്റ് വീഡിയോ. സൈനിങ് ഓഫ് D1 Black.